പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും വലിയ മലനിരകളും അതിരിട്ട ആ ഗ്രാമത്തിന്റെ ഒരു വശത്ത് ആളൊഴിഞ്ഞ ഒരു കോണിലായിരുന്നു രാഹുലിന്റെ ചെറിയ കുടിൽ നിന്നിരുന്നത്. കാറ്റടിച്ചാൽ പറന്നു പോകുമെന്ന് തോന്നിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളും പഴയ ടിൻ കഷ്ണങ്ങളും കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ കൂര. 15 വയസ്സുകാരനായ രാഹുലിന്റെയും അവന്റെ അമ്മ ജാനകിയുടെയും ലോകം ആ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു. ആ വീട്ടിൽ ദാരിദ്ര്യം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒപ്പം കഠിനമായ രോഗത്തിന്റെ വേദനയും പട്ടിണിയുടെ കണ്ണീരും കൂടിയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വരെ ആ കുടുംബം ഇങ്ങനെയായിരുന്നില്ല. രാഹുലിന്റെ അച്ഛൻ മാധവൻ ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു മൃഗവൈദ്യനായിരുന്നു. മൃഗങ്ങളുടെ മനസ്സറിയാൻ മാധവന് പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ടായിരുന്നു. എത്ര ദേഷ്യക്കാരനായ കാളയോ ആനയോ ആകട്ടെ, മാധവൻ അടുത്തു ചെന്ന് ഒന്ന് തലോടിയാൽ അവ ശാന്തരാകുമായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛന്റെ കൂടെ നടക്കുമ്പോൾ രാഹുൽ ഇതൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ മാധവൻ ഈ ലോകത്തോടും തന്റെ കുടുംബത്തോടും വിട പറഞ്ഞു. മരണക്കിടക്കയിൽ വെച്ച് തളർന്നുപോയ തന്റെ മകന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവൻ നൽകിയ ഒരൊറ്റ ഉപദേശം രാഹുലിന്റെ മനസ്സിൽ പച്ചയായി കിടപ്പുണ്ടായിരുന്നു. മകനെ, ഈ ലോകത്തുള്ള ഒരു മൃഗവും ജനിക്കുന്നത് ദേഷ്യത്തോടെയല്ല. അവയെ ഒരിക്കലും ശാരീരിക ശക്തി കൊണ്ടോ ക്രൂരത കൊണ്ടോ കീഴടക്കാൻ ശ്രമിക്കരുത്. സ്നേഹവും വിശ്വാസവും മാത്രമാണ് അവരോട് ജയിക്കാനുള്ള ഒരേയൊരു ആയുധം. നീ ഭയമില്ലാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഉള്ളിലെ കോപം താനെ ഉരുക്കിപ്പോകും. അച്ഛന്റെ ആ വാക്കുകൾ രാഹുലിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. എന്നാൽ അച്ഛന്റെ വിയോഗത്തോടെ ആ കുടുംബത്തിന്റെ നല്ല നാളുകൾ അവസാനിച്ചു. അച്ഛൻ മരിക്കുമ്പോൾ രാഹുലിന് പ്രായം വളരെ കുറവായിരുന്നു. കുടുംബം പുലർത്താനായി അമ്മ ജാനകി മറ്റുള്ളവരുടെ വീടുകളിൽ പണിക്ക് പോകാൻ തുടങ്ങി. പക്ഷേ കഠിനമായ അധ്വാനവും പട്ടിണിയും കാരണം കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അവരുടെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ചു. നെഞ്ചുപൊട്ടുന്ന ചുമയും ശ്വാസമുട്ടലും അവരെ കിടപ്പിലാക്കി. അതോടെ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ആ 15കാരന്റെ ചുമലിലായി. രാഹുലിന് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. അവൻ പഠനം ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും പുലർച്ചെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് അവൻ കയ്യിൽ ഒരു വലിയ ചാക്കുമായി തെരുവുകളിലേക്ക് ഇറങ്ങും. ഗ്രാമത്തിലെ അഴുക്കുചാലുകളിലും വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന വഴികളിലും കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും ആക്രി സാധനങ്ങളും പെറുക്കുക എന്നതായിരുന്നു അവന്റെ ജോലി. നഗ്നപാതനായി കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് തെരുവുകളിലൂടെ അലയുന്ന അവനെ ആളുകൾ ആക്രിക്കാരൻ പയ്യൻ എന്ന് വിളിച്ച് കളിയാക്കി. ചിലർ അവനെ കാണുമ്പോൾ മുഖം തിരിച്ചു. എന്നാൽ രാഹുൽ ആ പരിഹാസങ്ങളൊന്നും വകവെച്ചില്ല. കാരണം ദിവസാവസാനം ആക്രിപ്പീടികയിൽ നിന്ന് കിട്ടുന്ന ഏതാനും രൂപകളായിരുന്നു അവന്റെ അമ്മക്കുള്ള ഒരു നേരത്തെ ഭക്ഷണവും മരുന്നും. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിധി അവനെ വീണ്ടും പരീക്ഷിക്കാൻ തുടങ്ങി. ജാനകിയുടെ രോഗം വളരെ ഗുരുതരമായി മാറി. ചുമക്കുമ്പോൾ ചോര വരാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ ശ്വാസമെടുക്കാൻ പോലും ആകാതെ അവർ പിടയുന്നത് രാഹുൽ നിസ്സഹായനായി നോക്കി നിന്നു. ജീവൻ നിലനിർത്താൻ വേണ്ടി അവന്റെ അമ്മ നടത്തുന്ന പോരാട്ടം കണ്ട് കുടിലിന്റെ ഒരു കോണിലിരുന്ന് അവൻ ശബ്ദമില്ലാതെ കരഞ്ഞു. ഒരു വിധത്തിൽ കുറച്ച് പണം ഒപ്പിച്ച് അവൻ ഗ്രാമത്തിലെ ഒരു ഡോക്ടറെ വീട്ടിലെത്തിച്ചു. ജാനകിയെ പരിശോധിച്ച് ഡോക്ടറുടെ മുഖം കടുത്തു. ഡോക്ടർ രാഹുലിനെ മാറ്റി നിർത്തി ആ സത്യം വെളിപ്പെടുത്തി. രാഹുൽ, നിന്റെ അമ്മയുടെ ശ്വാസകോശം വളരെ മോശം അവസ്ഥയിലാണ്. അടിയന്തരമായി നഗരത്തിലെ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. അതിന് ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരും. എത്രയും പെട്ടെന്ന് പണം കണ്ടെത്താൻ നോക്ക്. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് രാഹുലിന്റെ തലയിൽ ഇടിത്തി വീണതുപോലെ തോന്നി. ലക്ഷങ്ങളോ? ദിവസവും 20-30 രൂപ സമ്പാദിക്കുന്ന താൻ എങ്ങനെ ഇത്രയും വലിയൊരു തുക കണ്ടെത്തും? അവൻ ചിന്തിച്ചുപോയി. അവൻ പരിഭ്രാന്തനായി ഗ്രാമത്തിലെ പണക്കാരായ പ്രമാണിമാരുടെ വീട്ടുപടിക്കൽ ചെന്ന് കൈകൂപ്പി കരഞ്ഞു. തന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് അവൻ അപേക്ഷിച്ചു. എന്നാൽ പണപ്പകിറ്റിന്റെ അഹങ്കാരത്തിൽ ജീവിച്ചിരുന്ന അവരാരും ആ പാവം ആക്രിക്കാരൻ പയ്യന്റെ കണ്ണീര് കണ്ടില്ല. ചിലർ അവനെ ആട്ടിയോടിച്ചു. മറ്റു ചിലർ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അന്ന് രാത്രി ഗ്രാമത്തിൽ കഠിനമായ മഴ പെയ്യുകയായിരുന്നു. കുടിലിന്റെ ചോർന്നൊലിക്കുന്ന മേൽക്കൂരക്ക് താഴെ തണുത്തുറഞ്ഞ നിലത്ത് അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ച് രാഹുൽ ഇരുന്നു. ജാനകിയുടെ ശ്വാസഗതി വളരെ പതുക്കെയായിരുന്നു. അവർക്ക് ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. വീട്ടിൽ അമ്മക്ക് കൊടുക്കാൻ ഒരു തുള്ളി ശുദ്ധജലം പോലും ഇല്ലായിരുന്നു. രാഹുൽ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. തന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അവൻ ഓർത്തുപോയി. കൺമുന്നിൽ വെച്ച് തന്റെ അമ്മയുടെ ജീവൻ ഓരോ നിമിഷവും പൊലിഞ്ഞു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ആ പാവം ബാലന് കഴിഞ്ഞിരുന്നുള്ളൂ. നാളെ നേരം പുലരുമ്പോൾ തന്റെ അമ്മ ജീവനോടെ ഉണ്ടാകുമോ എന്ന ഭയം അവന്റെ ഉള്ളിൽ വിറയലുണ്ടാക്കി. പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും അടഞ്ഞ് തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ പ്രതിസന്ധിയുടെ ആ കറുത്ത നാളുകളിൽ വിതുമ്പിക്കരയാൻ മാത്രമേ രാഹുലിന് സാധിച്ചുള്ളൂ.
എങ്കിലും അവന്റെ ഉള്ളിലെവിടെയോ അമ്മയെ എന്ത് വില കൊടുത്തും രക്ഷിക്കണമെന്ന ഒരു വാശി ബാക്കിയുണ്ടായിരുന്നു. ആ വാശിയാണ് അടുത്ത ദിവസം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വലിയ തീരുമാനത്തിലേക്ക് അവനെ നയിച്ചത്. അമ്മയുടെ രോഗം മൂർജിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ രാഹുൽ പകച്ചു നിന്ന ആ ദിവസങ്ങളിലാണ് ആ ഗ്രാമത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനികനും നാട്ടുപ്രമാണിയുമായ വിക്രമൻ സിംഗിന്റെ കോട്ട പോലെയുള്ള വീടിന്റെ മുന്നിൽ വലിയൊരു തുകൽമുരശ് മുഴങ്ങിയത്. രാജകീയ പ്രൗഢിയോടെ പ്രമാണിയുടെ ആൾക്കാർ ഉച്ചഭാഷിണിയിലൂടെ ആ വാർത്ത ഗ്രാമമാകെ വിളിച്ചറിയിച്ചു. ഗ്രാമമധ്യത്തിലുള്ള വലിയ മൈതാനത്ത് വെച്ച് ഒരു അസാധാരണമായ അംഗം നടക്കാൻ പോകുന്നു. ആ മത്സരം വെറും ഒരു വിനോദമായിരുന്നില്ല, മറിച്ച് നാട്ടുപ്രമാണിയുടെ ഒരേയൊരു മകളായ അനന്യയുടെ ദുരഭിമാനവും അഹങ്കാരവും നിറഞ്ഞ ഒരു വാശിപ്പുറത്ത് പ്രഖ്യാപിക്കപ്പെട്ടതായിരുന്നു. അതിസുന്ദരിയും അതേസമയം അതിക്രൂരമായ ആജ്ഞാശക്തിയുമുള്ള അനന്യ തന്റെ 20ാം ജന്മദിനത്തിൽ ഗ്രാമവാസികളെ ഞെട്ടിക്കാൻ ഒരു ക്രൂരമായ വിനോദമാണ് ഒരുക്കിയത്. പ്രമാണിയുടെ തൊഴുത്തിൽ വളർത്തിയിരുന്ന ആർക്കും ഇതുവരെ മെരുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കൂറ്റൻ കറുത്ത കാളയുണ്ടായിരുന്നു. രുദ്രൻ. കരിങ്കല്ല് കുത്തിയെടുത്തതുപോലെയുള്ള പേശികളും കൽക്കരി പോലെ തിളങ്ങുന്ന കറുത്ത ശരീരവും എപ്പോഴും തീതുപ്പുന്നത് പോലെ ചുവന്നു തുടുത്ത കണ്ണുകളുമുള്ള ഒരു ഭീകര രൂപം. അതിന്റെ മൂക്കിലൂടെ പുറത്തുവരുന്ന ചൂടുള്ള ശ്വാസം പോലും കാളയുടെ ഉള്ളിലെ അടങ്ങാത്ത കോപത്തിന്റെ തെളിവായിരുന്നു. ആ വലിയ മൈതാനത്തിൽ വെച്ച് രുദ്രൻ എന്ന ആ കാളയെ മെരുക്കി അതിന്റെ പുറത്തു കയറി നിശ്ചിത സമയം സവാരി ചെയ്യുന്നവർക്ക് 1 അല്ല 2 അല്ല 10 കോടി രൂപയാണ് പ്രമാണി സമ്മാനമായി പ്രഖ്യാപിച്ചത്. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു തുകയായിരുന്നു അത്. 10 കോടി രൂപ. ആ വാർത്ത കാട്ടുതീ പോലെ നാടാകെ പടർന്നു. സമ്മാനത്തുകയുടെ വലിപ്പം കേട്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും പേരെടുത്ത ഗുസ്തിക്കാരും ആനയെപ്പോലെ കരുത്തുള്ള മല്ലന്മാരും വന്യമൃഗങ്ങളെ മെരുക്കുന്ന വേട്ടക്കാരും ആ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തി. മത്സര ദിവസം ഉച്ചതിരിഞ്ഞ നേരത്ത് മൈതാനത്ത് കാലുകുത്താൻ ഇടമില്ലാത്ത വിധം ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. വലിയ വാദ്യഘോഷങ്ങളും ആർപ്പുവിളികളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. മൈതാനത്തിന് നടുവിൽ ഇരുമ്പ് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ രുദ്രനെ നിലയുറപ്പിച്ചു. ചങ്ങലകളെ പൊട്ടിച്ചെറിയാനെന്ന വണ്ണം അത് അലറിക്കൊണ്ട് മണ്ണുയർത്തി തെറിപ്പിച്ചു. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന പല പ്രശസ്ത ഗുസ്തിക്കാരുടെയും നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. തുടർന്ന് അംഗം കുറിച്ചുകൊണ്ട് ആദ്യത്തെ മല്ലൻ മൈതാനത്തിലേക്ക് ഇറങ്ങി. പർവ്വതം പോലുള്ള ശരീരവും ഇരുമ്പ് പോലെയുള്ള കൈകളുമുള്ള ഒരു പഞ്ചാബി ഗുസ്തിക്കാരനായിരുന്നു അവൻ. ജനങ്ങൾ കൈയടിച്ചു. അവൻ മീശ പിരിച്ചുകൊണ്ട് കാളയുടെ കൊമ്പുകളിൽ പിടിക്കാൻ ആഞ്ഞു ചുറ്റി. എന്നാൽ തൊട്ടടുത്ത നിമിഷം സംഭവിച്ചത് കണ്ട് ജനങ്ങൾ അമ്പരന്നു. കാള തന്റെ കഴുത്തൊന്ന് വെട്ടിച്ചതേയുള്ളൂ. ആ വലിയ ഗുസ്തിക്കാരൻ വായുവിൽ ഒരു ഉണങ്ങിയില പോലെ ഉയർന്നു പൊങ്ങി നിലത്ത് വീണു. അവന്റെ നട്ടെല്ല് തകർന്നുപോയി. വേദന കൊണ്ട് അവൻ നിലവിളിച്ചു. അടുത്തതായി വന്നത് ചടുലമായ നീക്കങ്ങളുള്ള മറ്റൊരു തമിഴ്നാട്ടുകാരൻ വീരനായിരുന്നു. അവൻ വളരെ തന്ത്രപൂർവ്വം കാളയുടെ ശ്രദ്ധ തിരിച്ച് അതിന്റെ പുറത്ത് കയറാൻ ശ്രമിച്ചു. എന്നാൽ രുദ്രൻ തന്റെ പിൻകാലുകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ ഒരു തൊഴി കൊടുത്തു. ചോര തുപ്പിക്കൊണ്ട് ആ മനുഷ്യൻ മണലിൽ മുഖമടിച്ചു വീണു. ഒരു അലക്കുകാരൻ തുണി അലക്കുകല്ലിൽ അടിക്കുന്നത് പോലെയാണ് കാള മനുഷ്യരെ എടുത്തെറിയുന്നത് എന്ന് ആളുകൾ ഭയത്തോടെ പരസ്പരം പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി മൈതാനത്തിലേക്ക് ഇറങ്ങി. ഓരോരുത്തരും ചോരയൊലിപ്പിച്ചുകൊണ്ട് പൊടി പുരണ്ട് ജീവനും കൊണ്ട് തിരികെയോടി. 10 കോടി എന്ന മോഹം പതുക്കെ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു മരണഭയമായി മാറി. ഇതൊരു മൃഗമല്ല, സാക്ഷാൽ യമനാണ്. ഇതിന്റെ മുന്നിലേക്ക് പോകുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. ഭയന്നു വിറച്ച ജനക്കൂട്ടം പിൻവാങ്ങാൻ തുടങ്ങി. മൈതാനത്ത് പെട്ടെന്ന് ഒരു ശ്മശാന മൂകത പടർന്നു. ഇനി ആരും മുന്നോട്ട് വരാനില്ല എന്ന് പ്രമാണിയുടെ ആളുകൾ ഉറപ്പിച്ചു. ഈ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ജനക്കൂട്ടത്തിന്റെ ഏറ്റവും പുറകിലെ ഒരു കോണിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നമ്മുടെ രാഹുൽ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ കാൽക്കൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിറഞ്ഞ ആ പഴയ ചാക്കുമുണ്ടായിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ പഴയതുപോലെ കീറിപ്പറഞ്ഞിരുന്നു. ചുറ്റുമുള്ള ജനങ്ങളുടെ കണ്ണുകളിൽ മരണഭയമായിരുന്നെങ്കിൽ രാഹുലിന്റെ കണ്ണുകളിൽ അസാധാരണമായ ഒരു ശാന്തതയും തീക്ഷ്ണതയും ഉണ്ടായിരുന്നു. അവൻ ആ കൂറ്റൻ കാളയെ തന്നെ നോക്കി നിന്നു. ആളുകൾ അവിടെ ഒരു ഭയങ്കര രാക്ഷസനെ കണ്ടപ്പോൾ രാഹുൽ ആ മൃഗത്തിന്റെ കണ്ണുകളിൽ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. അത് കോപമല്ല, മറിച്ച് മനുഷ്യരുടെ ക്രൂരതയോടും ആർപ്പുവിളികളോടുമുള്ള ആ മൃഗത്തിന്റെ ഭയവും പ്രതിരോധവുമായിരുന്നു. അതേസമയം രാഹുലിന്റെ കാതുകളിൽ ഡോക്ടറുടെ വാക്കുകൾ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. ലക്ഷക്കണക്കിന് രൂപയില്ലെങ്കിൽ നിന്റെ അമ്മ മരിച്ചു പോകും. രാഹുൽ തന്റെ കണ്ണുകൾ അടച്ചു. കൺമുന്നിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി മരണത്തോട് മല്ലിടുന്ന സ്വന്തം അമ്മയുടെ മുഖം മാത്രം തെളിഞ്ഞു വന്നു. 10 കോടി എന്ന സമ്മാനത്തുക അവന് അമ്മയുടെ ജീവനിലേക്കുള്ള ഒരേ ഒരു കവാടമായി തോന്നി.
ഒന്നുകിൽ ഈ കാളയുടെ മുന്നിൽ ജീവൻ വെടിയുക, അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ രക്ഷിക്കുക. അവന്റെ മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. അമ്മേ, ഞാൻ വരുന്നു, രാഹുൽ മനസ്സിൽ ഉറപ്പിച്ചു. അവൻ തന്റെ കയ്യിലെ ആക്രിച്ചാക്ക് നിലത്തുപേക്ഷിച്ചു. ഭയത്തിന്റെ എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് ആ 15കാരൻ പതുക്കെ ആ മരണമൈതാനത്തിന്റെ നടുവിലേക്ക് ആ കൂറ്റൻ കാളക്ക് നേരെ നടക്കാൻ തുടങ്ങി. വലിയ ഗുസ്തിക്കാരും കരുത്തന്മാരും ചോരയൊലിപ്പിച്ച് മൈതാനത്തു നിന്നും പിന്മാറിയപ്പോൾ ആ ശ്മശാനമൂകതയെ ഭേദിച്ചുകൊണ്ടാണ് 15 വയസ്സുകാരനായ രാഹുൽ മുന്നോട്ട് വന്നത്. ജനക്കൂട്ടത്തിന്റെ പിൻനിരയിൽ നിന്നും അവൻ സാവധാനം നടന്നു നീങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ ആശ്ചര്യത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. ദാരിദ്ര്യം തളർത്തിയ ശരീരം, വിയർപ്പും പൊടിയും പുരണ്ട പഴയ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, ചെരുപ്പില്ലാത്ത നഗ്ന പാദങ്ങൾ. ഒരു വലിയ പോരാട്ടത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നവന്റെ യാതൊരു ലക്ഷണവും അവനിലുണ്ടായിരുന്നില്ല. അവൻ മുന്നോട്ട് നടക്കുന്തോറും മൈതാനത്ത് വലിയൊരു പരിഹാസച്ചിരി ഉയരാൻ തുടങ്ങി. പേരെടുത്ത ഗുസ്തിക്കാർ പോലും നട്ടലൊടിഞ്ഞു കിടക്കുന്നു. അപ്പോഴാണ് ഒരു ആക്രിക്കാരൻ പയ്യൻ ജീവൻ കളയാൻ വരുന്നത്. പണത്തിന്റെ ആർത്തിമൊത്ത് ഭ്രാന്ത് പിടിച്ചതാണെന്ന് തോന്നുന്നു. ആളുകൾ പരസ്പരം പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ചില മുതിർന്ന ഗ്രാമവാസികൾ അവനെ തടയാൻ ശ്രമിച്ചു. രാഹുൽ, സാഹസത്തിന് മുതിരരുത്. എന്നാൽ രാഹുൽ ആ പരിഹാസങ്ങളും മുന്നറിയിപ്പുകളും കേട്ടതായി നടിച്ചില്ല. അവന്റെ ലക്ഷ്യം ആ മൈതാനത്തെ കോലാഹലങ്ങൾക്കും അപ്പുറത്തായിരുന്നു. അവൻ നേരെ നടന്നു ചെന്നത് ആഡംബര കസേരയിലിരുന്ന അനന്യയുടെ മുന്നിലേക്കാണ്. വെളുത്ത പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ വില കൂടിയ പാനപാത്രവുമായി ഇരുന്ന അനന്യയുടെ കണ്ണുകളിൽ വലിയൊരു അഹങ്കാരത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. തന്നേക്കാൾ പ്രായം കുറഞ്ഞ ദരിദ്രനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ മുന്നിൽ വന്ന് ഒട്ടും ഭയമില്ലാതെ നിൽക്കുന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാഹുൽ അനന്യയുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണം. ആ കാളയെ മെരുക്കാൻ എനിക്ക് ഒരു അവസരം വേണം. അവന്റെ വാക്കുകൾ കേട്ട് അനന്യയുടെ ചുണ്ടുകളിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. അവൾ അവനെ മുകളിൽ നിന്നും താഴേക്ക് ദയനീയമായി നോക്കി. അവൾ പതുക്കെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് മൈക്രോഫോൺ കയ്യിലെടുത്ത് മൈതാനത്തുള്ളവർ കേൾക്കെ പറഞ്ഞു, ഈ ഗ്രാമത്തിലെ ധീരന്മാർ എന്ന് പറയുന്നവരെല്ലാം മണൽ തിന്ന് തിരികെ ഓടിയപ്പോഴാണ് ഒരു ആക്രി പെറുക്കുന്ന പയ്യൻ വെല്ലുവിളിയുമായി വരുന്നത്. അവൾ രാഹുലിന്റെ അടുത്തേക്ക് വന്ന് പതുക്കെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, നീ ഈ കാളയെ മെരുക്കിയാൽ ഞാൻ പ്രഖ്യാപിച്ച 10 കോടി രൂപയുടെ വലിയ സമ്മാനം നിനക്ക് തരും. നിന്റെ ദാരിദ്ര്യം മുഴുവൻ അതോടെ മാറും. പക്ഷേ ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തന്മാർ തോറ്റയിടമാണിത്. നീ പരാജയപ്പെട്ടാൽ നിന്റെ ഈ ബാക്കി ജീവിതം എനിക്കുള്ളതാണ്. ജീവിതകാലം മുഴുവൻ നീ എന്റെ വീട്ടിൽ എന്റെ ആജ്ഞകൾ അനുസരിച്ച് ഒരു അടിമയായി കഴിയേണ്ടി വരും. നിന്റെ സ്വാതന്ത്ര്യം എന്നേക്കുമായി നഷ്ടപ്പെടും. ഈ കഠിനമായ വ്യവസ്ഥ നിനക്ക് സമ്മതമാണോ? അനന്യയുടെ ഈ വാക്കുകൾ കേട്ട് മൈതാനത്ത് നിന്നിരുന്ന ഗ്രാമവാസികൾ ഭയന്നുപോയി. 10 കോടി രൂപയുടെ മോഹം കാണിച്ച് ആ പാവം ചെറുപ്പക്കാരനെ ജീവിതകാലം മുഴുവൻ അടിമയാക്കാനുള്ള അനന്യയുടെ ക്രൂരമായ ബുദ്ധിയായിരുന്നു അത്. എല്ലാവരും രാഹുൽ പിന്മാറുമെന്ന് കരുതി. എന്നാൽ രാഹുൽ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അവന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ ഒരൊറ്റ കണിക പോലും ഉണ്ടായിരുന്നില്ല. ആ കഠിനമായ വ്യവസ്ഥ കേട്ടപ്പോഴും അവന്റെ മനസ്സിൽ തെളിഞ്ഞത് രോഗക്കിടക്കയിൽ കിടന്ന് പിടയുന്ന സ്വന്തം അമ്മയുടെ മുഖം മാത്രമായിരുന്നു. താൻ അടിമയായാലും അമ്മ ജീവനോടെ ഇരിക്കുമല്ലോ എന്ന ചിന്തയായിരുന്നു ആ മകന്റെ ഉള്ളിൽ. അവൻ ഒട്ടും മടിക്കാതെ ഉച്ചത്തിൽ പറഞ്ഞു, എനിക്ക് ഈ വെല്ലുവിളി പൂർണ്ണ സമ്മതമാണ്. അവന്റെ മറുപടി കേട്ട് അനന്യ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയി. രാഹുലിന്റെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഗ്രാമവാസികൾ അവനെ വീണ്ടും തടയാൻ നോക്കിയെങ്കിലും അവൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. രാഹുൽ സാവധാനം അങ്കത്തട്ടിലേക്ക് തിരിഞ്ഞു നടന്നു. അവന്റെ കയ്യിൽ വടിയോ ചങ്ങലയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരെല്ലാം ആയുധങ്ങളുടെ ബലത്തിലാണ് കാളക്ക് മുന്നിലേക്ക് പോയതെങ്കിൽ രാഹുലിന്റെ ഒരേയൊരു ആയുധം തന്റെ അച്ഛൻ പകർന്നു തന്ന ആ വലിയ മൃഗരഹസ്യങ്ങളും അമ്മയോടുള്ള അതിരില്ലാത്ത സ്നേഹവും മാത്രമായിരുന്നു. എന്റെ അച്ഛൻ കൂടെയുണ്ട്, അമ്മയുടെ പ്രാർത്ഥനയുമുണ്ട്, എനിക്ക് ഒന്നിനെയും ഭയമില്ല, രാഹുൽ മനസ്സിൽ മന്ത്രിച്ചു. അവൻ തന്റെ കൈകൾ മണലിൽ മുക്കി പതുക്കെ കാളയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. അഹങ്കാരവും ആത്മവിശ്വാസവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മൈതാനത്ത് അംഗത്തിനായുള്ള വിസിൽ മുഴങ്ങി. അംഗത്തിനായുള്ള വിസിൽ മുഴങ്ങിയതോടെ മൈതാനത്ത് കൂടി നിന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെയും ശ്വാസം നിലച്ചതുപോലെയായി. 12 അടിയോളം നീളമുള്ള ആ വലിയ മൈതാനത്തിലേക്ക് ഒരു വശത്തു നിന്നും 15കാരനായ രാഹുൽ സാവധാനം നടന്നു നീങ്ങി. മെലിഞ്ഞുണങ്ങിയ ശരീരം, കീറിയ വസ്ത്രങ്ങൾ, അതിലുപരി ചോര പൊടിയുന്ന നഗ്നപാദങ്ങൾ. എന്നാൽ മറുവശത്ത് കോപത്തിന്റെ അഗ്നിവമിക്കുന്ന കണ്ണുകളുമായി ആഫ്രിക്കൻ കാടുകളിലെ കാട്ടുപോത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ രുദ്രൻ എന്ന ആ കൂറ്റൻ കാള നിലയുറപ്പിച്ചിരുന്നു. പരുക്കൻ മണൽത്തരികളെ തന്റെ വലിയ പിൻകാലുകൾ കൊണ്ട് വായുവിലേക്ക് തെറിപ്പിച്ചുകൊണ്ട് അത് അലറി.
രാഹുലിനെ കണ്ടതും ആ മൃഗം കൂടുതൽ വന്യമായി മാറി. കാരണം അതുവരെ അതിന്റെ മുന്നിലേക്ക് വന്നവരെല്ലാം വലിയ വടികളും മൂർച്ചയുള്ള ചാട്ടവാറുകളുമായിട്ടായിരുന്നു വന്നിരുന്നത്. എന്നാൽ രാഹുൽ കൈകളിൽ യാതൊരുവിധ ആയുധങ്ങളുമില്ലാതെ വെറും കൈയോടെയാണ് വരുന്നത്. രുദ്രൻ തന്റെ തല താഴ്ത്തി കൊമ്പുകൾ മുന്നോട്ട് കൂർപ്പിച്ചു പിടിച്ച് ഒരു ചെറിയ മല ഉരുണ്ടുവരുന്ന വേഗതയിൽ രാഹുലിന് നേരെ പാഞ്ഞെടുത്തു. കണ്ണടക്കൂ, ആ കുട്ടി തീർന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയോ നിലവിളിച്ചു പറഞ്ഞു. പലരും പേടിച്ച് കണ്ണുകൾ പൊത്തി. അനന്യയുടെ മുഖത്തും ഒരു നിമിഷം പരിഭ്രമമുണ്ടായി. എന്നാൽ രാഹുൽ ഒരടി പോലും പുറകോട്ട് വെച്ചില്ല. കാളകൃത്യം അവന്റെ മുന്നിലെത്തിയ ആ സെക്കൻഡിൽ രാഹുൽ അത്ഭുതകരമായ വേഗതയിൽ ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി. ലക്ഷ്യം തെറ്റിയ കാള മുന്നോട്ട് ആഞ്ഞുപോയി. എങ്കിലും അതീവ വേഗതയിൽ പാഞ്ഞുപോയ ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നുള്ള കാറ്റിന്റെ ശക്തി അത്രമേൽ ഭീകരമായിരുന്നു. ആ കാറ്റടിയേറ്റ് രാഹുൽ മണലിലേക്ക് തെറിച്ചു വീണു. അവന്റെ കൈമുട്ടുകളും കാൽമുട്ടുകളും പരുക്കൻ മണലിൽ ഉരഞ്ഞ് ചോര വരാൻ തുടങ്ങി. അവന് എഴുന്നേൽക്കാൻ കഴിയില്ല. കാള അവനെ ചവിട്ടിമെതിക്കും. ആളുകൾ വിളിച്ചു കൂവി. എന്നാൽ രാഹുൽ പതുക്കെ എഴുന്നേറ്റ് നിന്നു. കൈകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചോര അവൻ വകവെച്ചില്ല. കാരണം അവന്റെ മനസ്സിൽ അപ്പോഴും അച്ഛന്റെ ആ വാക്കുകൾ മാത്രമായിരുന്നു മുഴങ്ങിയിരുന്നത്. മൃഗങ്ങളെ പൂട്ടാൻ നോക്കരുത്. അവയുടെ ശ്വാസത്തിനൊപ്പം നിന്റെ ശ്വാസത്തെയും ശാന്തമാക്കുക. രാഹുൽ തന്റെ കണ്ണുകൾ അടച്ച് ആ വലിയ ശ്വാസമെടുത്തു. അവൻ തന്റെ ഉള്ളിലെ ഭയത്തെ പൂർണ്ണമായും പുറന്തള്ളി. വീണ്ടും കണ്ണുകൾ തുറന്നപ്പോൾ അവൻ നോക്കിയത് കാളയുടെ കൊമ്പുകളിലേക്കോ അതിന്റെ ഭീകരമായ ശരീരത്തിലേക്കോ ആയിരുന്നില്ല. അവൻ നേരെ നോക്കിയത് രുദ്രന്റെ ചുവന്ന കണ്ണുകളിലേക്കാണ്. മറ്റുള്ളവർ ആ കണ്ണുകളിൽ കണ്ടത് ക്രൂരതയാണെങ്കിൽ രാഹുൽ അവിടെ കണ്ടത് മനുഷ്യരുടെ ആർപ്പുവിളികളും ഉപദ്രവങ്ങളും കാരണം ഭയന്നുപോയ ഒരു പാവമൃഗത്തിന്റെ പോരാട്ടമായിരുന്നു. രുദ്രൻ വീണ്ടും രാഹുലിന് നേരെ തിരിഞ്ഞു. എന്നാൽ ഇത്തവണ അത് വേഗതയിൽ പാഞ്ഞടുത്തില്ല. രാഹുലിന്റെ കണ്ണുകളിലെ ശാന്തതയും നിർഭയത്വവും ആ മൃഗത്തെ പോലും ഒരു നിമിഷം അത്ഭുതപ്പെടുത്തിയിരിക്കണം. രാഹുൽ പതുക്കെ കാളക്ക് നേരെ നടന്നു. അവന്റെ നീക്കങ്ങളിൽ ഒരു ഗുസ്തിക്കാരന്റെ ആക്രോശങ്ങളോ ആക്രമണ സ്വഭാവമോ ഇല്ലായിരുന്നു. പകരം ഒരു അമ്മ തന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നത് പോലെയുള്ള ആർദ്രതയുണ്ടായിരുന്നു. അവൻ സാവധാനം തന്റെ വലതു കൈ മുന്നോട്ട് നീട്ടി. കാള ദേഷ്യത്തോടെ തലകുലുക്കി. മൂക്കിലൂടെ ചൂടുള്ള വായു പുറത്തേക്ക് തള്ളി. രാഹുൽ ഒട്ടും ഭയപ്പെടാതെ അതിന്റെ ശ്വാസത്തിന്റെ ചൂട് തന്റെ കൈകളിൽ ഏറ്റുവാങ്ങി. അവൻ പതുക്കെ രുദ്രന്റെ നെറ്റിയിലേക്ക് കൈകൾ വെച്ചു. മൈതാനമാക്കി ഒരു ശ്മശാന മൂകത പടർന്നു. ആരും ഒരക്ഷരം മിണ്ടിയില്ല. അന്യന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിന്നുപോയി. രാഹുൽ തന്റെ മൃദുവായ കൈകൾ കൊണ്ട് കാളയുടെ നെറ്റിയിലും കൊമ്പുകൾക്കിടയിലും പതുക്കെ തലോടാൻ തുടങ്ങി. അവന്റെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. മൃഗങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന സ്നേഹത്തിന്റെ ഭാഷയായിരുന്നു അത്. പേടിക്കേണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഞാനൊരു സുഹൃത്താണ്, അവൻ കാളയുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ആ സ്പർശനത്തിൽ എന്തോ ഒരു മാന്ത്രികതയുണ്ടായിരുന്നു. അതുവരെ കാട്ടുതീ പോലെ ജ്വലിച്ചു നിന്ന രുദ്രന്റെ പേശികൾ പതുക്കെ അയഞ്ഞു തുടങ്ങി. അതിന്റെ ചുവന്ന കണ്ണുകളിലെ കോപം മാറി അവിടെ ഒരു ശാന്തതയുണ്ടായി. കാള പതുക്കെ തന്റെ തല രാഹുലിന്റെ നെഞ്ചിലേക്ക് ചായ്ച്ചു വെച്ചു. അവൻ തന്നെ തലോടാൻ വേണ്ടി അത് അനുസരണയോടെ നിന്നുകൊടുത്തു. അടുത്ത നിമിഷം ആ മൈതാനത്ത് ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചു. അതുവരെ വലിയ ഗുസ്തിക്കാരെ പോലും വായുവിൽ പറത്തിയ ആ കൂറ്റൻ കാള രാഹുലിന്റെ മുന്നിൽ വളരെ പതുക്കെ തന്റെ മുൻകാലുകൾ മടക്കി മണലിലേക്ക് മുട്ടുകുത്തിയിരുന്നു. ഒരു വളർത്തു നായയെ പോലെ അത് ശാന്തനായിരുന്നു. രാഹുൽ പതുക്കെ അതിന്റെ പുറത്തേക്ക് കയറിയിരുന്നു. ഒരു നിമിഷം വലിയൊരു നിശബ്ദതയായിരുന്നു. തുടർന്ന് മൈതാനമാകെ ഇടിമുഴക്കം പോലെ ജനങ്ങളുടെ ആർപ്പുവിളികളും കയ്യടികളും ഉയർന്നു. ആളുകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ചിലർ അത്ഭുതം കൊണ്ട് കണ്ണീർ വാർത്തു. ലോകത്തിലെ വലിയ കരുത്തന്മാർക്ക് ആയുധം കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത ആ കാളയെ ഒരു 15 വയസ്സുകാരൻ വെറും കൈയോടെ സ്നേഹത്തിന്റെ ഒരൊറ്റ സ്പർശനം കൊണ്ട് കീഴടക്കിയിരിക്കുന്നു. മൈതാനത്ത് വിരിഞ്ഞത് വെറും ഒരു വിജയമായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിന് പ്രകൃതിയിലെ എല്ലാ ശക്തികളെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന വലിയൊരു അത്ഭുത കാഴ്ചയായിരുന്നു അത്. രുദ്രൻ എന്ന ആ കൂറ്റൻ കാള രാഹുലിന്റെ മുന്നിൽ അനുസരണയോടെ മുട്ടുകുത്തി നിന്ന ആ നിമിഷം മൈതാനം ഒന്നടങ്കം ഇളകി മറിഞ്ഞു. ആളുകൾ ആർത്തു വിളിച്ചുകൊണ്ട് അവനെ തോളിലേറ്റാൻ ആഞ്ഞെടുത്തു. അതുവരെ അവനെ ആക്രിക്കാരൻ പയ്യൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർ പോലും ഇന്ന് അവനെ ഒരു വലിയ വീരനായിട്ടാണ് കണ്ടത്. രാഹുൽ പതുക്കെ കാളയുടെ പുറത്തു നിന്നും താഴെ ഇറങ്ങി. അതിന്റെ തലയിൽ ഒന്നുകൂടി തഴുകി നന്ദി പറഞ്ഞു. തന്റെ കഠിനമായ ശരീരവേദനകൾക്കിടയിലും അവന്റെ ചുണ്ടുകളിൽ ഒരു വലിയ വിജയച്ചിരി വിരിഞ്ഞു. ആ ചിരി 10 കോടി രൂപ കിട്ടിയ സന്തോഷം കൊണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ അമ്മയ്ക്ക് ഇനി ഒരു പുതിയ ജീവിതം കൊടുക്കാൻ കഴിയുമെന്ന ആശ്വാസം കൊണ്ടായിരുന്നു.
രാഹുൽ പതുക്കെ നടന്ന് പ്രമാണിയുടെ മകളായ അനന്യയുടെ മുന്നിലെത്തി. മൈതാനത്തെ ശബ്ദകോലാഹലങ്ങളെല്ലാം പതുക്കെ അടങ്ങി. എല്ലാവരും ആ 10 കോടി രൂപയുടെ പ്രഖ്യാപനത്തിനായി കാതോർത്തു. എന്നാൽ അനന്യയുടെ മുഖത്ത് ആ പഴയ ഭാവമായിരുന്നില്ല. ഒരു ചെറിയ പയ്യൻ തന്റെ അഹങ്കാരത്തെ മണലിൽ ചവിട്ടി മതിച്ചു എന്നൊരു ഭാവം അവളുടെ കണ്ണുകളിൽ നിഴലിച്ചു. അവൾ മൈക്രോഫോൺ കയ്യിലെടുത്ത് ഗൗരവത്തോടെ പറഞ്ഞു, മത്സരത്തിൽ നീ വിജയിച്ചു എന്നത് സത്യം തന്നെ. പക്ഷേ നിയമം നിയമത്തിന്റെ വഴിക്കേ പോകൂ. നിനക്ക് വെറും 15 വയസ്സ് മാത്രമാണ് പ്രായം. നമ്മുടെ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് ഇത്രയും വലിയൊരു തുക നേരിട്ട് കൈമാറാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ സമ്മാനത്തുക ഇപ്പോൾ നിനക്ക് നൽകാൻ കഴിയില്ല. അനന്യയുടെ വാക്കുകൾ കേട്ട് മൈതാനത്ത് വലിയൊരു പ്രതിഷേധമുയർന്നു. ജനങ്ങൾ പ്രമാണിക്കെതിരെ ശബ്ദമുയർത്തി. എന്നാൽ ആ വാക്കുകൾ രാഹുലിന്റെ നെഞ്ചിലേക്കാണ് തുളച്ചു കയറിയത്. അവന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അവന് തോന്നി. പ്രതീക്ഷയുടെ എല്ലാ വാതിലുകളും വീണ്ടും അടയുകയാണോ? ലക്ഷക്കണക്കിന് രൂപ കൈകളിൽ കിട്ടിയില്ലെങ്കിൽ തന്റെ അമ്മ നാളെ ജീവനോടെ ഉണ്ടാകില്ല എന്ന സത്യം അവൻ ഓർത്തു. രാഹുലിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി. അവൻ മുന്നോട്ട് വന്ന് അനന്യയുടെ കാൽക്കൽ വീണു. അഹങ്കാരിയായ ആ ധനികപുത്രിയുടെ മുന്നിൽ കൈകൾ കൂപ്പി നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ യാചിച്ചു, എനിക്ക് ആ 10 കോടിയും വേണ്ട, ഒരു പണവും വേണ്ട. എനിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ അവിടെ ഒരു കുടിലിൽ ശ്വാസമെടുക്കാൻ പോലും ആകാതെ മരിക്കാൻ കിടക്കുകയാണ്. എനിക്ക് ആ പണം നേരിട്ട് തരേണ്ട. എന്റെ അമ്മയെ നഗരത്തിലെ വലിയ ആശുപത്രിയിൽ എത്തിച്ച് ഒന്ന് രക്ഷിച്ചു തരൂ. അതിനുള്ള ചിലവ് മാത്രം ഇതിൽ നിന്നും എടുത്താൽ മതി. എന്റെ അമ്മയെ എനിക്ക് തിരികെ തരൂ. രാഹുലിന്റെ ആ വാക്കുകൾ അവിടെയുണ്ടായിരുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. മൈതാനത്ത് വലിയൊരു നിശബ്ദത പടർന്നു. പലരുടെയും കണ്ണുകൾ ഈ കാഴ്ച കണ്ട് നനഞ്ഞു. രാഹുലിന് അമ്മയോടുള്ള മായം കലരാത്ത സ്നേഹവും അവന്റെ നിഷ്കളങ്കതയും കണ്ട് അനന്യയുടെ മനസ്സിലെ അഹങ്കാരത്തിന്റെ വലിയ കോട്ടകൾ തകർന്നു തരിപ്പണമായി. ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വലുതല്ല തന്റെ നിയമങ്ങളും അഹങ്കാരവുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ പതുക്കെ കുനിഞ്ഞ് രാഹുലിനെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ഉടൻ തന്നെ തന്റെ മാനേജറെ വിളിച്ച് ഉത്തരവിട്ടു. ഉടൻ തന്നെ നഗരത്തിലെ ഏറ്റവും മികച്ച ആംബുലൻസ് ഗ്രാമത്തിലേക്ക് വരുത്തുക. രാഹുലിന്റെ അമ്മയെ നഗരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റണം. അവരുടെ ശസ്ത്രക്രിയക്കും ചികിത്സക്കും ആവശ്യമായ മുഴുവൻ തുകയും ഈ സമ്മാന തുകയിൽ നിന്നും ഈ നിമിഷം തന്നെ നമ്മൾ നൽകും. മൈതാനത്ത് വീണ്ടും വലിയ കയ്യടി ഉയർന്നു. മിനിറ്റുകൾക്കകം വലിയൊരു ആംബുലൻസ് ആ ഗ്രാമത്തിന്റെ തട്ടുകടകളും ഇടുങ്ങിയ വഴികളും പിന്നിട്ട് രാഹുലിന്റെ കുടിലിന് മുന്നിലെത്തി. ബോധരഹിതയായി കിടന്ന ജാനകിയെ ഡോക്ടർമാർ പതുക്കെ സ്ട്രെച്ചറിലേക്ക് മാറ്റി. ആംബുലൻസിന്റെ ഒരു കോണിൽ അമ്മയുടെ തണുത്തുറഞ്ഞ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാഹുലും ഇരുന്നു. നഗരത്തിലെ വലിയ ആശുപത്രിയിലെ ഡോക്ടർമാർ ജാനകിയെ അടിയന്തര ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചുവന്ന ലൈറ്റ് അണഞ്ഞു. പുഞ്ചിരിയോടെ പുറത്തു വന്ന ഡോക്ടർ രാഹുലിന്റെ തോളിൽ തട്ടി പറഞ്ഞു, രാഹുൽ, ശസ്ത്രക്രിയ വിജയകരമായിരുന്നു. നിന്റെ അമ്മ ഇപ്പോൾ പൂർണ്ണമായും അപകടാവസ്ഥയിൽ നിന്നും മുക്തയാണ്. ആ വാക്കുകൾ കേട്ടതും രാഹുൽ അവിടെയുള്ള തറയിലേക്ക് ഇരുന്നു പോയി. സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. 10 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതിനേക്കാൾ വലിയൊരു നിധിയാണ് തന്റെ അമ്മയുടെ പുഞ്ചിരിയിലൂടെ തനിക്ക് തിരികെ കിട്ടിയതെന്ന് അവൻ അറിഞ്ഞു. ആ നിമിഷം താൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണെന്ന് രാഹുലിന് തോന്നി. ആഴ്ചകൾ കടന്നുപോയി. ജാനകി പൂർണ്ണ ആരോഗ്യവതിയായി സുഖം പ്രാപിച്ചു. അവർ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീണ്ടും തങ്ങളുടെ പഴയ കുടിലിലേക്ക് തിരിച്ചെത്തി. കുടിൽ പഴയതുപോലെ ചോർന്നൊലിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവിടെ ഇപ്പോൾ പഴയതുപോലുള്ള കറുത്ത നാളുകളോ കണ്ണീരോ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ആഡംബര വാഹനങ്ങളോ ആൾബലമോ ഇല്ലാതെ വളരെ സാധാരണ വസ്ത്രം ധരിച്ച് അനന്യ രാഹുലിന്റെ കുടിലിലെത്തി. അവൾ ജാനകിയുടെ മുന്നിൽ വന്ന് കൈകൂപ്പി വന്ദിച്ചു. തുടർന്ന് രാഹുലിന്റെ അടുത്ത് ചെന്ന് അവൾ പറഞ്ഞു, രാഹുൽ, അന്ന് മത്സരത്തിൽ നീ തോൽപ്പിച്ചത് ആ കാളയെ മാത്രമല്ല, എന്റെ ഉള്ളിലെ അഹങ്കാരത്തെ കൂടിയാണ്. ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് നീ എന്നെ പഠിപ്പിച്ചു. രാഹുൽ സ്നേഹത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു. അനന്യയുടെ സഹായത്തോടെ രാഹുൽ പിന്നീട് ആക്രിപ്പെറുക്കുന്ന ജോലി പൂർണ്ണമായും ഉപേക്ഷിച്ചു. അവൻ നഗരത്തിലെ ഒരു വലിയ ഓട്ടോമൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് മെക്കാനിക് ജോലി പഠിക്കാൻ തുടങ്ങി. കഠിനാധ്വാനവും അച്ഛൻ പകർന്നു തന്ന ആത്മാർത്ഥതയും കാരണം അവൻ ആ ജോലിയിൽ വലിയ മിടുക്കനായി മാറി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തമായി ഒരു ഗ്യാരേജ് ആരംഭിച്ചു. അവനും അമ്മയും പിന്നീട് യാതൊരു ബുദ്ധിമുട്ടുകളില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു. ആ ഗ്രാമത്തിലെ ആളുകൾ പിന്നീട് തങ്ങളുടെ കുട്ടികൾക്ക് ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ രാഹുലിന്റെ പേര് എടുത്തു പറയുമായിരുന്നു. രൂപത്തിലോ പണത്തിലോ അല്ല, മറിച്ച്
ഒരാളുടെ മനസ്സിലുള്ള സ്നേഹത്തിലും ആത്മവിശ്വാസത്തിലുമാണ് യഥാർത്ഥ കരുത്തിരിക്കുന്നത് എന്ന് രാഹുൽ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ലെന്ന വലിയ സത്യത്തോടെ ഈ കഥ ഇവിടെ ശുഭമായി അവസാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രാഹുലിന്റെ ഈ മാതൃസ്നേഹത്തിന്റെയും ധീരതയുടെയും കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി.